ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആദ്യത്തെ പൗർണമിയാണ് നാളെ 13/1/2025 വരുന്നത്. ധനുമാസത്തിലെ പൗർണമി. അതല്ല എന്നുണ്ടെങ്കിൽ ശാകംഭരി പൂർണിമ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ശാകംഭരി പൂർണിമ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, പണ്ടൊരിക്കൽ ഭൂമിയിൽ വളരെയധികം ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വന്നു. അതായത് ഭൂമിയിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും തന്നെ ഉണ്ടാവാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അന്നപൂർണേശ്വരി ദേവിയായ പാർവതീ ദേവിയെ പ്രാർത്ഥിച്ചുവെന്നും അമ്മ ശാകംഭരി ദേവിയായി ജനിച്ച് എല്ലാവരുടെയും വിശപ്പിനുള്ള വഴി കാണിച്ചു കൊടുത്തു. അതായത് അവർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിച്ചു കൊടുത്തു എന്നുമാണ് പറയുന്നത്. അന്നേ ദിവസം ഒരു പൂർണിമയായിരുന്നു. അതുകൊണ്ടാണ് ഇത് ശാകംഭരി പൂർണിമ എന്നും പറയുന്നത്. നോർത്തിലാണിത് കൂടുതലായിട്ടും പ്രചാരത്തിലുള്ളത്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. നമുക്കറിയാം, സാധാരണ പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ലക്ഷ്മി നാരായണന്മാരെയും അതുപോലെ ചന്ദ്രഭഗവാനെയുമാണ് പ്രാർത്ഥിക്കുന്നത്. സത്യനാരായണ പൂജ ഭഗവാൻ നാരായണന് വേണ്ടിയും പിന്നെ ലക്ഷ്മി ദേവിക്ക് വേണ്ടി ലക്ഷ്മി പൂജയും വൈകിട്ട്, അതായത് രാത്രിയിൽ ചന്ദ്രൻ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ചന്ദ്രഭഗവാന് ജലമൊക്കെ സമർപ്പിച്ച് ചന്ദ്രഭഗവാനുള്ള പൂജയും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ പൗർണമി അതീവ വിശേഷമാണ്. കാരണം നാളെ തിരുവാതിര ദിവസം കൂടിയാണ്. അതുമാത്രവുമല്ല, തിങ്കളാഴ്ചയുമാണ്. ഒപ്പം ശാകംഭരി പൂർണിമ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് നമുക്ക് ദേവി പാർവതിയെയും നാളെ പൂജിക്കാം. ഒപ്പം ഇത് പൗഷമാസമാണ് ഇന്ത്യൻ കലണ്ടർ പ്രകാരം. അതുകൊണ്ട് തന്നെ ഈ പൗഷമാസത്തിൽ സൂര്യാരാധന നടത്തുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നാളെ ശിവപാർവതിമാരെയും ലക്ഷ്മി നാരായണന്മാരെയും ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും ഒക്കെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും മന്ത്രോച്ചാരണങ്ങൾക്കും മറ്റുള്ള ദിവസത്തേക്കാൾ കൂടുതൽ അധികം ഫലപ്രദമായിരിക്കും, ഫലം കൂടിയിരിക്കും. നാളെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായി പൗർണമി തിഥി തുടങ്ങുന്നത് നാളെ 13/1/2025 തിങ്കളാഴ്ച അതിരാവിലെ 5:03 മുതൽ പൗർണമി തിഥി അവസാനിക്കുന്നത് 14/1/2025 ചൊവ്വാഴ്ച അതികാലെ 3:56 വരെയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രപ്പൊങ്കാല ഇടുന്നവർ, പൗർണമി വ്രതം എടുക്കുന്നവർ, സത്യനാരായണ പൂജ വ്രതം എടുക്കുന്നവർ, ലക്ഷ്മി പൂജ ചെയ്യുന്നവർ, വിളക്ക് പൂജ അതായത് ഐശ്വര്യ പൂജ ചെയ്യുന്നവരൊക്കെ നാളെ വൈകിട്ടാണ് ഇവയൊക്കെ ചെയ്യേണ്ടത്. പൊങ്കാല ഇടുന്നവർ നാളെയാണ് പൊങ്കാല ഇടേണ്ടത്. അപ്പോൾ നമുക്ക് നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നാളത്തെ ദിവസം പുണ്യനദികളിൽ കുളിക്കുന്നത് നമുക്ക് വളരെയധികം നല്ല ഫലങ്ങൾ നൽകും. ഇപ്പം നമുക്ക് എല്ലാവർക്കും പുണ്യനദികളിൽ കുളിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നാളെ കുളിക്കുന്നതിന് മുൻപ് വീട്ടിൽ ഗംഗാജലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഗംഗാജലം കുളിക്കുന്ന വെള്ളത്തിലൊഴിച്ച് കുളിക്കുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ നൽകും. അതല്ല എന്നുണ്ടെങ്കിൽ കൈക്കുമ്പിളിൽ ഒരല്പം വെള്ളമെടുത്ത് ഗംഗേച യമുനേ ചൈവ ഗോദാവരി നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞ് ആ വെള്ളം ബക്കറ്റിൽ തിരിച്ചൊഴിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ കുളിച്ചാൽ എല്ലാ പുണ്യനദികളിലും കുളിച്ച ഫലം നമുക്ക് ലഭിക്കും. അതിനോടൊപ്പിച്ച് 21 പൊട്ടാത്ത പച്ചരിയും ഒരു അല്പം കല്ലുപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു തുള്ളി പാലും കൂടി കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് കുളിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതിൽ എന്താണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കുളിച്ചാൽ മതി. കുളിച്ചതിന് ശേഷം പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇനി നെയ്യൊഴിച്ച് നിലവിളക്ക് കത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മൺവിളക്കിലെങ്കിലും നെയ്യൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുക. നാളെ
ഭഗവാൻ നാരായണന് പാദത്തിൽ തുളസിയിലകൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ ഭഗവാൻ ശിവന് ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ട് കൂവളത്തിലയും സമർപ്പിക്കാവുന്നതാണ്. ശേഷം സൂര്യൻ ഉദിച്ച സമയത്ത് സൂര്യഭഗവാന് അർഘ്യം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സൂര്യോദയ സമയം മുതൽ 1 മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം. ഒരു ചെമ്പ് കുടത്തിൽ അല്ലെങ്കിൽ ബ്രാസാവാം, ഇതിൽ നിറയെ ശുദ്ധമായ ജലം എടുത്ത ശേഷം അതിലേക്ക് 1 പിഞ്ച് കുങ്കുമമിടുക. ശേഷം ഒരൽപ്പം ചുമന്ന പൂക്കളുണ്ടെങ്കിൽ അവയും കൂടി ഇട്ടതിന് ശേഷം ഭഗവാന് ജലം സമർപ്പിക്കുക. ജലം സമർപ്പിക്കുമ്പോൾ ഓം ആദിത്യായ നമഃ എന്നോ ഓം സൂര്യായ നമഃ എന്നോ ചൊല്ലാം. ഇനി ആദിത്യ ഹൃദയ സ്തോത്രം അറിയാവുന്നവർക്ക് അതും ജപിക്കാവുന്നതാണ്. വെള്ളം മറ്റൊരു പാത്രത്തിൽ വേണം ശേഖരിക്കാൻ. കാരണം നമ്മൾ സൂര്യഭഗവാന് കൊടുക്കുന്ന ജലം നമ്മൾ ചവിട്ടുന്നിടത്ത് ഒഴിക്കരുത്, അത് ദോഷമാണ്. അത് മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം തുളസി ചെടിക്കൊഴിച്ച് ബാക്കി ഏത് ചെടിയുടെ ചുവട്ടിൽ വേണമെങ്കിലും പകരാവുന്നതാണ്. അതിനുശേഷം അന്നേ ദിവസം അമ്പല ദർശനം നടത്തുന്നവർക്ക് അതാവാം ശിവപാർവതിമാരെ തൊഴാൻ പോകാം, ലക്ഷ്മി നാരായണന്മാരെ തൊഴാൻ പോകാം. എവിടെയാണെങ്കിലും അമ്പല ദർശനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അന്നദാനം ചെയ്യുക എന്നുള്ളത്. അന്നദാനം എന്ന് പറയുമ്പോൾ വിശന്നിരിക്കുന്ന ഒരാൾക്കെങ്കിലും നാളെ ഭക്ഷണം കൊടുക്കുന്നത് വളരെയധികം പുണ്യം നമുക്ക് നൽകും. അരി കൊടുക്കാം, അതുപോലെ ഗോതമ്പ് കൊടുക്കാവുന്നതാണ്, പാല് വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങളാൽ കഴിയുന്നത് ഒരു പഴമെങ്കിലും വിശന്നിരിക്കുന്ന ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ ആ പുണ്യം തീർച്ചയായിട്ടും നിങ്ങളിൽ എപ്പോഴാണെങ്കിലും എത്തിച്ചേരുന്നതായിരിക്കും. അതുകൊണ്ട് നാളെ അന്നദാനം ഒരു കാരണവശാലും മുടക്കാൻ പാടുള്ളതല്ല. അതിനുശേഷം വൈകിട്ട് വിളക്ക് പൂജ ചെയ്യുന്നവർക്ക് വിളക്ക് പൂജ ചെയ്യാം. ലക്ഷ്മി പൂജ നാളത്തെ ദിവസം ഒഴിവാക്കാനാവാത്തതാണ്. പൗർണമി ദിവസം എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും പൗർണമി ദിവസങ്ങളിലെങ്കിലും ലക്ഷ്മി പൂജ ചെയ്യാൻ ശ്രമിക്കുക. ഉപ്പ് ദീപം കൊളുത്താവുന്നതാണ്. എങ്ങനെയാണ് ഉപ്പ് ദീപം കൊളുത്തുന്നതെന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പൂജയൊക്കെ ചെയ്തതിന് ശേഷം ഭഗവാൻ ചന്ദ്രദേവൻ ആകാശത്ത് പൂർണ്ണമായി ഉദിച്ചു നിൽക്കുമ്പോൾ ഭഗവാനും ഇതുപോലെ കോപ്പർ അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ചെമ്പുകുടത്തിൽ അല്പം ജലമെടുത്ത് ഒരു തുള്ളി പാലും കൂടി ഒഴിച്ച് ഭഗവാന് അർഘ്യം സമർപ്പിക്കാവുന്നതാണ്. ശേഷം ചന്ദ്രദേവന് ഒരു നെയ്ദീപ ആരതിയും എടുക്കാവുന്നതാണ്. ഇത് എല്ലാ പൗർണമിക്കും ചെയ്യുന്നത് ചന്ദ്രദശാദോഷമുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അതുമാത്രവുമല്ല, അങ്ങനെ ചെയ്താൽ ചന്ദ്രഭഗവാന്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. മനോകാരകനാണ് ചന്ദ്രഭഗവാൻ എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിന് നല്ല സ്ട്രോങ് ആക്കാനും അതുപോലെ വേണ്ടാത്ത വിചാരങ്ങളിൽ നിന്നും നമുക്കൊരു മുക്തി കിട്ടാനും ഒക്കെ ചന്ദ്രഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ചന്ദ്രഭഗവാന് അർഘ്യം കൊടുത്തതിന് ശേഷം ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന് 3 പ്രാവശ്യം ജപിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു റെമഡിയാണ്. ഇത് എല്ലാ പൗർണമിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ധനമുണ്ടായിരിക്കാൻ ഈ പരിഹാരം വളരെയധികം നമ്മളെ സഹായിക്കും. ഒരുപാട് പാടുള്ളതൊന്നുമല്ല, വളരെ എളുപ്പമാണ്. ഒരു പച്ച കളറിലെ ക്ലോത്ത് എടുക്കുക. ബ്ലൗസ് പീസ് മതിയാവും, വളരെ ചെറുത് മതി. ഒന്നെങ്കിൽ കോട്ടൺ അല്ലെങ്കിൽ പട്ടുതുണി. പട്ടുതുണിയൊക്കെ കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. അട്രാക്റ്റിംഗ് പവർ പട്ടുതുണിക്ക് വളരെയധികമുണ്ട്. ഇനി അതില്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ മതി. ഒരു സ്ക്വയർ പീസ് മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നെങ്കിൽ ഒരു 1 രൂപ നാണയം വെക്കുക, അല്ലെങ്കിൽ 5 രൂപ നാണയം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഒന്നെങ്കിൽ 1 രൂപ അല്ലെങ്കിൽ 5 രൂപ വെക്കുക. ഇനി സിൽവർ കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിൽവർ കോയിൻ വെക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സിൽവർ കോയിൻ കണ്ടു എന്ന് വരില്ല. അല്ലാത്ത പക്ഷം 1 രൂപയോ 5 രൂപയോ വെച്ചതിന് ശേഷം ആ തുണിക്ക് മുകളിൽ വെക്കുക. അത് തുണിയോട് കൂടി എടുത്ത് വീടിന് പുറത്ത് വരിക. വീടിന് പുറത്ത് വന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക്
നന്നായി പൂർണ്ണചന്ദ്രൻ്റെ കിരണങ്ങൾ ലഭിക്കുന്നത്. ആകാശത്ത്, അതായത് താഴെ നോക്കുമ്പോൾ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എവിടെ നിന്നാണോ കാണുന്നത് അവിടെ കൊണ്ട് ഈ നാണയം തുണിയോടുകൂടി തുറന്ന് തന്നെ വെക്കണം. ഒരു പാത്രത്തിലോ മറ്റോ വെച്ചാൽ മതി. കാറ്റൊക്കെ അടിച്ചിട്ട് തുണി പറന്നു പോവരുത്. അതുപോലെ സെക്യൂറായിട്ട് വേണം വെക്കാൻ. അതായത് ആ ചന്ദ്രൻ്റെ കിരണങ്ങൾ ആ നാണയത്തിൽ പതിക്കണം. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ പതിച്ച് ആ നാണയം അല്ലെങ്കിൽ ആ സിൽവർ കോയിൻ എന്താണെങ്കിലും അത് എനർജൈസ് ആകും. പിറ്റേ ദിവസം രാവിലെ, അതായത് ചൊവ്വാഴ്ച രാവിലെ സൂര്യൻ്റെ കിരണങ്ങൾ ആ നാണയത്തിൽ പതിയാൻ പാടില്ല. വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം വെളിയിൽ വന്ന് ആ നാണയം ആ തുണിയോട് കൂടി എടുത്ത് ഒരു കിഴി പോലെ കെട്ടി ലക്ഷ്മി ദേവിയുടെ പാദത്തിൽ ഒന്നുകൊണ്ട് മുട്ടിച്ച് അമ്മേ എനിക്ക് ധനസമൃദ്ധി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എവിടെയാണോ നിങ്ങൾ പൈസ വെക്കുന്നത് അവിടെ വെക്കാം. പേഴ്സിൽ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാത്രിയിൽ പൗർണമി ദിവസം വേണം ഇത് വെക്കാൻ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതായിരിക്കും. എല്ലാ മാസവും ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് എനർജൈസ് ചെയ്ത് വെക്കേണ്ടതാണ്. ഗ്രീൻ കളർ ക്ലോത്ത് തന്നെ വേണം, വേറെ ഒരു തുണിയും പാടില്ല. ഇതൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും നല്ല ഫലം ലഭിക്കുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.